നമസ്കാരം. ഞാനിന്ന് ഈ എപ്പിസോഡ് ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാര ഫലഭാഗം പറയും എന്നാണ് പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് ഈ ഷൂട്ടിംഗ് ചെയ്യാൻ നിൽക്കുമ്പോൾ എനിക്ക് അപ്രതീക്ഷിതമായി ഒരു അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ആരാണെന്ന് ചോദിച്ചാൽ ഒരു എളിയ കലാകാരനാണ് അദ്ദേഹം. ഈ ചായ പെൻസിലുകൾ വാങ്ങി ഒരു പേപ്പറിൽ അത് പക്ഷികളുടെയും പൂക്കളുടെയും ചിത്രങ്ങൾ വരച്ച് വീടുകളിൽ കൊണ്ടുപോയി ഉപജീവനം നടത്തുന്ന ജോസഫ് എന്നൊരു മുത്തശ്ശൻ. അദ്ദേഹം ഇന്ന് അവശനാണ്. എന്നാലും ഉപജീവനത്തിലേക്ക് വേണ്ടി ഇപ്പോഴും ഈ പ്രായത്തിലും തൻ്റെ കഴിവുകളെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. എന്നോട് ഒരു ചിത്രം വാങ്ങാൻ പറഞ്ഞു, ഞാൻ വാങ്ങി. അപ്പോഴത്തേക്കും ഈ ഷൂട്ടിങ്ങിൻ്റെ ഒരുക്കം കണ്ടപ്പോൾ ജോസഫ് മുത്തശ്ശനും എൻ്റെ ചാനലിലേക്കൊന്ന് പ്രത്യക്ഷപ്പെടണമെന്നൊരാഗ്രഹം. വരാം. ഇതാണ് ആ കൊച്ചു കലാകാരൻ. ചിത്രം ഒരു ചായ്പിലിരുന്ന് ചിത്രം വരച്ച് വീടുകളിൽ കൊണ്ടുപോയി ഉപജീവനം നടത്തുന്ന അദ്ദേഹത്തിന് എനിക്ക് ചായക്കൂട്ടുകൾ വാങ്ങാനും അദ്ദേഹത്തിൻ്റെ കർമ്മപദ്ധതിയിൽ ഒരല്പം പ്രോത്സാഹനം കൊടുക്കാനും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് നമ്മുടെ ചാനലിലൂടെ. അതിന് നിങ്ങളുടെയും കൂടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. ജോസഫ് മുത്തശ്ശൻ വരച്ച ചില ഇതുകൂടെ ഞാൻ കാണിക്കുകയാണ്. നോക്കൂ, അദ്ദേഹം വരഞ്ഞ ചിത്രങ്ങളാണിത്. വാർദ്ധക്യത്തിൻ്റെ ഏകാന്തതയിലും അങ്ങനെ നിരവധി ചിത്രങ്ങളുണ്ട്, എല്ലാം കാണിക്കുന്നില്ല. വാർദ്ധക്യത്തിൻ്റെ ഏകാന്തതയിലും തൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഇദ്ദേഹത്തിനും നമുക്കൊരു കൈത്താങ്ങാകേണ്ടതുണ്ട്. മതിയല്ല ജോസഫ് മുത്തശ്ശ? ഓ അതെ. ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ആചാര്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശുക്രൻ ജന്മത്തിൽ നിൽക്കുമ്പോൾ സകലവിധ വിഷയങ്ങൾ അനുഭവിക്കുകയും, രണ്ടാമിടത്ത് നിൽക്കുമ്പോൾ ധനലാഭവും, മൂന്നാമിടത്ത് സുഖം, സകല ജനപൂജ്യത മുതലായ ഐശ്വര്യങ്ങളും, നാലാമിടത്ത് സുഖവർദ്ധനയും ബന്ധുലാഭവും, അഞ്ചാമിടത്ത് പുത്രലാഭവും, ആറാമിടത്ത് ആപത്തും, ഏഴാമിടത്ത് സ്ത്രീകളിൽ നിന്നുണ്ടാകുന്ന മാനഹാനി മുതലായ ഉപദ്രവവും, എട്ടാമിടത്ത് സമ്പൽ സമൃദ്ധിയും, ഒമ്പതാമിടത്ത് സ്ത്രീ സുഖലാഭവും, പത്താമിടത്ത് കലഹവും, 11-ാമിടത്ത് ഉത്കർഷവും, 12-ാമിടത്ത് നിൽക്കുമ്പോൾ ധനവസ്ത്രാദി ലാഭവും ഉണ്ടാകുന്നതാണ്. അതായത് ശുക്രൻ ജാതകത്തിൽ നിന്നും ചാരവശാൽ 3 ഭാവങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നല്ലതാണെന്ന് കാണുന്നു. അതായത് 6, 7, 10 ബാക്കിയെല്ലാം നല്ല ഭാവങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കുക, ലഗ്നാൽ ചാരവശാൽ 6, 7, 10 ഭാഗങ്ങൾ ശുക്രനെ പന്തിയല്ല. അപ്പോൾ ഓരോ ലഗ്നക്കാരനും ഇപ്പോൾ ശുക്രൻ നല്ലതാണോ പൊല്ലാത്തതാണോ എന്ന് നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിക്കുക. എനിക്ക് ഈ എപ്പിസോഡിൽ, കാരണം ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ മറുപടി പറയാറില്ല. ഈ എപ്പിസോഡിൽ ചില മറുപടികൾ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് കടക്കാം. ചോദ്യം ചോദിക്കുന്ന ആളോട് ജ്യോതിഷി ഒരു നമ്പർ പറയാൻ ആവശ്യപ്പെടുകയും പിന്നീട് അതിൽ നിന്ന് എന്തോ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആരൂഢം കണ്ടുകൊണ്ട് ബലം പറയുന്ന ജ്യോതിഷത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? എനിക്കറിയില്ല. നമ്പർ നോക്കി ജ്യോതിഷം പറയാൻ അറിയില്ല. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ 12 രാശികൾ, 7 ഗ്രഹങ്ങൾ, ലഗ്നവുമായി വിന്യസിച്ച് നിൽക്കപ്പെട്ട ഗ്രഹങ്ങൾ. ഇത് എനിക്കറിയാവൂ. ബാക്കി അഭിനന്ദനം അതൊന്നും ഞാൻ വായിക്കുന്നില്ല. അടുത്തതാണ്, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഒരു അനുഭവ ജ്യോതിഷം ഇട്ടിരുന്നു. ഇത് തന്നെയാണ്, ഞാൻ പറഞ്ഞുതരാം. അതിനെപ്പറ്റി ഒരു അഭിപ്രായം വന്നിരിക്കുകയാണ്. 12-ലെ ചന്ദ്രൻ, 8-ലെ കുജൻ, ശുക്രൻ്റെ സ്ഥാനത്ത് ഗുരുവും ബുധനും,
ശനിയുടെ ദൃഷ്ടി ലഗ്നത്തിലേക്ക്, ലഗ്നാധിപനിലേക്ക്, ലഗ്നം ചരരാശിയിൽ. ഒരുപാട് യാത്ര ചെയ്യേണ്ടുന്ന, വ്യയമുണ്ടാകുന്ന ചൊവ്വാദോഷമുള്ള ഒരു ജാതകമാണിത്. ഈ ജാതകത്തിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതെങ്ങനെ നോക്കൂ. MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് ഉന്നതമായ രീതിയിൽ മെഡിക്കൽ രംഗത്ത് ഉയർന്ന തലത്തിലിരിക്കുന്ന ഒരു സ്ത്രീ ജാതകമാണ് ഇട്ട് ഞാൻ വിശദീകരിച്ച് തന്നത്. അനുഭവ ജ്യോതിഷാണ് വിശദീകരിച്ച് തന്നത്. അതിൻ്റെ കാര്യകാരണം പറഞ്ഞ് ലഗ്നാൽ കേന്ദ്രത്തിൽ 3 ശുഭഗ്രഹങ്ങൾ, ലഗ്നാധിപനടക്കം 2ലേക്ക് ദൃഷ്ടി, 10ഉം 11ഉം മേടലഗ്നക്കാരന് മാത്രമുള്ളതാണ്. 10ഉം 11ഉം ഭാവാധിപത്യം ഒരു ഗ്രഹത്തിന്, ശനിക്ക്. ആ ഭാവാധിപത്യമുള്ള ശനിക്ക് ലഗ്നത്തിലേക്ക് ബന്ധം. അദ്ദേഹം ചോദിക്കുന്നു 12ൽ ചന്ദ്രൻ. ശരിയാണ്, 12ലെ ചന്ദ്രൻ അത്ര ശുഭസൂചകമല്ല. പക്ഷെ ബാക്കി ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശുക്രന്റെ കൂടെ ഗുരുവും ബുധനും നിന്നാൽ എന്താ? 3 ശുഭഗ്രഹങ്ങളാ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുക. അപ്പോൾ ഒരു ജാതകം കണ്ടിട്ട് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുക, എന്നിട്ട് ഭയപ്പെടുത്തുക. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ല. ഒരു ജാതകത്തിൽ എന്തെല്ലാം നല്ല ഗുണങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തി അതിന് പ്രോത്സാഹനം കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് നിയമങ്ങൾ, ജ്യോതിഷ നിയമങ്ങൾ, നല്ലതും കൊല്ലാത്തതുമായ കുറച്ച് ജ്യോതിഷ നിയമങ്ങൾ മാത്രം പഠിച്ചു വച്ചിരുന്നത് കൊണ്ട് ഒരു ഗ്രഹനില അനാലിസിസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത് നമസ്കാരം. താങ്കളുടെ ഗുരുനാഥൻ്റെ പേര് പറയാൻ വിനീതമായ അപേക്ഷ. നല്ലതും പൊല്ലാത്തതുമായ ഒട്ടനവധി ഗുരുനാഥന്മാർ എനിക്കുണ്ടായിട്ടുണ്ട്. പുസ്തകങ്ങൾ എൻ്റെ ഗുരുനാഥന്മാരാണ്. ഈ ജീവിതത്തിൽ ജീവിതാനുഭവങ്ങളുടെ മൂസയിൽ ഉരുത്തിരിഞ്ഞ് കരുത്താർജിച്ച ചിലരുണ്ടാകുമല്ലോ. അങ്ങനെ പലരും എൻ്റെ ഗുരുനാഥനാണ്. ഇനി ജ്യോതിഷത്തിലെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ KP ധർമ്മരാജയ്യർ സാർ എന്ന് പറയും. ജ്യോതിഷ ആചാര്യൻ തന്നെയാണ്. ജ്യോതിഷത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ആ വീക്ഷണകോണിലൂടെ അല്ലാതെ ശാസ്ത്രബോധത്തോടെ കാണുകയും അത് മറ്റുള്ളവർക്കായി പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു തജ്ഞാന്മാവ്. എല്ലാ കമൻസുകൾക്കും മറുപടി പറയാൻ പറ്റില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് മാത്രം പറയുന്നു. പണം ഇല്ലാത്ത ആളുകൾ കുട്ടികളെ ജനിപ്പിക്കരുത്. ഭാവിയിൽ ആ കുട്ടികൾ ദുരിതം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരാളുടെ അഭിപ്രായം. കാക്കയും പൂച്ചയും പട്ടിയും പണം ഉണ്ടാക്കി വെച്ചിട്ടാണോ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക? ആ ചിന്തയാണെങ്കിൽ കാക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും അവരുടേതായ ജൈവികമായ കാര്യങ്ങളുണ്ട്. വീട് വെക്കണ്ട, വിദ്യാഭ്യാസം ചെയ്യണ്ട, കല്യാണം കഴിക്കാൻ ചിലവില്ല. അതല്ല, പണം മാത്രമാണോ ഒരു ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനം? നമ്മുടെ 90% പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുക തീർച്ചയായിട്ടും പണത്തിന് കഴിയും. ബാക്കി 10% നമ്മുടെ കൈകളിലും അല്ല. അപ്പോൾ പൈസ ഉള്ളവന് മാത്രമേ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാവൂ എന്നുള്ളതൊരു അധമ ബോധമാണ്. കാശില്ലെങ്കിലും കാശുണ്ടെങ്കിലും പിള്ളേരെ മര്യാദക്ക് വളർത്താൻ അറിയാവുന്നവൻ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഈ മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന്, തലമുറകളുടെ നിലനിൽപ്പിന് ആധാരമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് പൈസ ഉള്ളവ മാത്രം പിള്ളേരെ ഉണ്ടായിക്കളയരുതെന്നൊന്നും പറഞ്ഞ് ആ ചിന്ത എനിക്കില്ല. ലഗ്നം എത്ര ഡിഗ്രിയാണ് ലഗ്നം വരുന്നതെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? എൻ്റെ ആദ്യകാല വീഡിയോകൾ, ഗണിതപരമായ എൻ്റെ ആദ്യകാല വീഡിയോകൾ കാണുക. ഏതോ വീഡിയോ കണ്ടിട്ട് പൂർണ്ണതായില്ല, അംശകം കൂട്ടുന്നത് ഒന്നുകൂടെ പറയുന്ന വീഡിയോ നൽകുമോ സാർ? അംശകം എങ്ങനെയാണെന്ന് എൻ്റെ ആദ്യകാല വീഡിയോയിൽ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞാൽ അത് റിപ്പീറ്റഡ് ആകും. എന്താണ് രുചകയോഗം? ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നായി കുജനെ കൊണ്ട് പറയുന്ന യോഗമാണ് രുചകയോഗം. ചൊവ്വ സ്വക്ഷേത്രമായ മേടത്തിലോ വൃശ്ചികത്തിലോ ഉച്ചക്ഷേത്രമായ മകരത്തിലോ ജാതകത്തിൽ നിൽക്കുകയും
അത് ലഗ്നകേന്ദ്രമായി മാറുകയും, ലഗ്നകേന്ദ്രം എന്ന് പറഞ്ഞാൽ ലഗ്നമോ ലഗ്നത്തിൻ്റെ 4, 7, 10 ഒക്കെ ആയി വരുമ്പോൾ അത് രുചകയോഗം സംഭവിക്കുന്നു. പ്രസൻറ്റ് സമയത്ത് ഗ്രഹങ്ങളുടെ സഞ്ചാരം എങ്ങനെ അറിയാം? അതിന് ഒരാൾ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ പഞ്ചാംഗം നോക്കി ഗണിച്ചെടുക്കുക. ഇപ്പോഴത്തെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിപ്പം നിരവധി അസ്ട്രോളജി സോഫ്റ്റ്വെയറുകൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതിൽ ഡേറ്റ് ഓഫ് ബർത്തും സ്ഥലവും ഇപ്പോഴത്തെ സമയമൊക്കെ അടിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് അത് കിട്ടും. ഇനി ചാരവശാൽ ജാതകം നോക്കി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ സാർ? ഒരു ജാതകം ഇവിടെ നിൽക്കുന്നു, ലഗ്നാൽ ഗുരു 7 നിൽക്കുകയാണ് ജാതകത്തിൽ. ഇപ്പോഴത്തെ ഗ്രഹനിലയിൽ ഈ സമയം ഗുരു നിൽക്കുക ചാരവശാൽ 2-ലാണ്, ലഗ്നാൽ 2-ലെന്ന് പറയും. അങ്ങനെയാ ചാരവശാൽ ഗ്രഹസഞ്ചാരം നോക്കുക. ഇനി ഞാൻ മുമ്പും ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ കമൻ്റ് ബോക്സിലൂടെ ഒരാൾ കമൻസ് ഇടുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന വിഷയമാണെങ്കിൽ നിങ്ങൾ ഉത്തരം കൊടുക്കുക. എല്ലാ ഉത്തരങ്ങളും എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക. ഈ ചാനലിൽ നിങ്ങളും പങ്കാളികളായി മാറുക. ഇപ്പോൾ ഇതുവരെയും ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി.